ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ കൂടുതൽ നടപടികളുമായി പോലീസ് ഇന്ന് ജോളിയുടെ ബന്ധുക്കളുടെ മൊഴിയെടുക്കും. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഈ ജോളിയുടെയും കുടുംബത്തിന്റെയും ആരോപണങ്ങൾ സാധൂരീകരിക്കുന്ന തരത്തിലുള്ള മൊഴികൾ വരുന്നുണ്ട്. ഒപ്പം വളരെ നിർണായകമായ ഒരുപക്ഷെ മരണമൊഴി പോലെ കണക്കാക്കാവുന്ന ജോളിയുടെ കത്തുണ്ട്. ബന്ധുക്കളുടെ അവർക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ, വോയിസ് നോട്ട് അടക്കമുണ്ട്. ഇതൊക്കെ വെച്ച് ഈ കേസ് ഏത് തരത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്? ശ്രീജ, ജോളിയുടെ മരണത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ തന്നെ ഇടപെട്ട ഒരു 3-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. കേന്ദ്ര ചെറുകിട മന്ത്രാലയമാണ്, വ്യവസായ മന്ത്രാലയമാണ് ഈ ഒരു 3-അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. ഈ സമിതി ഉടൻ തന്നെ ഈ ബന്ധുക്കളുടെ മൊഴിയെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആദ്യം ജോളിയുടെ മക്കളുടെയും പിന്നെ അടുത്ത ബന്ധുക്കളുടെയും മൊഴിയായിരിക്കും രേഖപ്പെടുത്തുക. ഇവരിപ്പോഴും ഈ ജോളിയുടെ മരണം അത് മാനസിക സമ്മർദ്ദം കൊണ്ടാണ്, അല്ലെങ്കിൽ ജോളിയുടെ മുൻപുള്ള ഉദ്യോഗസ്ഥർ, അതായത് ചെയർമാൻ അടക്കമുള്ളവർ, അല്ല പേരെടുത്ത് പറയുന്നില്ല, മേലുദ്യോഗസ്ഥരുടെ അഴിമതി അത് ചൂണ്ടിക്കാട്ടിയത് കൊണ്ട്, അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം ജോളി ആ സ്ഥാപനത്തിൽ നേരിട്ടു എന്നതിന്റെ തെളിവുകൾ അടക്കം നിരത്തിക്കൊണ്ടാണ് കുടുംബം ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും പോലീസിനടക്കം ഉടനെ പരാതി നൽകും. ഇന്നലെ ആയിരുന്നു ജോളിയുടെ സംസ്കാരം അടക്കമുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം തന്നെ പോലീസിനെയും പരാതിയുമായി സമീപിക്കുമെന്നാണ് കുടുംബം ഉറച്ചു പറയുന്നത്. ഒപ്പം ഈ ഒരു അന്വേഷണ സംഘം ആദ്യം ഈ കുടുംബത്തിന്റെ മൊഴിയെടുക്കും. അവരുടെ പക്കലുള്ള തെളിവുകളടക്കം, അതിൽ ജോളിയുടെ കത്ത്, ജോളി സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തടക്കം ഈ അന്വേഷണ കമ്മീഷന് നൽകുവാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഒപ്പം പോലീസിന് പരാതി നൽകും. ഇന്നലെയൊക്കെ ഈ കയർ ബോർഡിന്റെ ഓഫീസിലേക്ക് വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷെ കയർ ബോർഡ് ചെയർമാൻ ഇപ്പോഴും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ജോളിക്ക് ഒരു വിധത്തിലുള്ള സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല. അങ്ങനെ മാനസികമായിട്ടുള്ള സമ്മർദ്ദമോ ജോലി ഭാരവും ഇവിടുന്ന് നൽകിയിട്ടില്ല. ഈ ട്രാൻസ്ഫർ ഓർഡർ വന്നതിന് ശേഷം, ആന്ധ്രാപ്രദേശിലേക്ക് സ്ഥലം മാറ്റം വന്നതിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജോളി ഒരു കത്ത് നൽകി. മെഡിക്കൽ റിപ്പോർട്ട് അടക്കമാണ് നൽകിയത്. ഇതിനെ തുടർന്ന് ആ ഉത്തരവ് മരവിപ്പിക്കുകയും ചെയ്തു എന്നൊരു കാര്യമാണ് ചെയർമാൻ പറയുന്നത്. പക്ഷേ കുടുംബം നൽകിയ തെളിവുകളിൽ കൃത്യമായി അതിന്റെ തീയതികളടക്കം ഓഗസ്റ്റ് മാസത്തിൽ, 2024 ഓഗസ്റ്റ് മാസത്തിലാണ് ജോളിക്ക് ആന്ധ്രാപ്രദേശിലേക്ക് സ്ഥലം മാറ്റം വരുന്നത്. അതിന് രണ്ട് മാസം ഇപ്പുറം തന്നെ ജോളി കൃത്യമായി തന്റെ ആരോഗ്യ സ്ഥിതി വിവരിച്ചുകൊണ്ടുള്ള ഒരു കത്ത് അയച്ചിരുന്നു. പക്ഷേ ഈ ബോർഡ് ആയിക്കോട്ടെ ഈ ട്രാൻസ്ഫർ ഓർഡർ അത് മരവിപ്പിച്ചത് ഈ ജോളി ആശുപത്രിയിൽ കിടക്കുന്നതിനും 2 ദിവസം മുമ്പ് മാത്രം. അതായത് 31-ാം തീയതി ജോളി ആശുപത്രിയിലേക്ക് എത്തുന്നു. മരിക്കുന്നതിന് മുൻപ് 10-ാം തീയതിയാണ് ജോളി മരിക്കുന്നത്. 3-ാം തീയതിയാണ് ഇവരുടെ സ്ഥലം മാറ്റം റദ്ദാക്കിക്കൊണ്ട്, മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കുന്നത്. അത്രയേറെ കാലതാമസം ഈ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് ആ തെളിവുകളിൽ നിന്നും വ്യക്തമാണ്. ഏതൊക്കെ രീതിയിൽ ന്യായീകരിച്ചാൽ പോലും ജോളി എത്രമാത്രം മാനസിക സമ്മർദ്ദം അനുഭവിച്ചു എന്ന് കുടുംബവും ജോളിയുടെ കത്തിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണവുമായി 3-അംഗ സമിതി, കേന്ദ്ര സർക്കാർ നിയോഗിച്ച 3-അംഗ സമിതി ജോളിയുടെ കുടുംബത്തെ ഉടനെ തന്നെ സന്ദർശിക്കും. തെളിവുകളും ഈ മൊഴികളും ഒക്കെ ശേഖരിച്ച ശേഷമായിരിക്കും ബോർഡിന്റെ വിശദീകരണം, ബോർഡിലെ അംഗങ്ങളെയും ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം പോലീസിനും പരാതി നൽകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഒരിക്കൽ കൂടി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ളൊരു കത്തെഴുതുവാനും കുടുംബം തീരുമാനിക്കുന്നുണ്ട്. ശ്രീജ.